പെങ്ങന്മാർ, ജ്യേഷ്ഠ അനിയന്മാർ, വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിലേക്ക് വന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മുസ്തഫ സാഹിബ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചിലപ്പോൾ വഴി തെറ്റിട്ടില്ല നേരല്ലേ പോരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം തന്ന് ക്ഷണിച്ചു വരുത്തിയൊരു പരിപാടി കൂടിയാണ് നിങ്ങളെ ഈ പരിപാടി. ഇവിടെ ഉമ്മമാരെ കാണുമ്പോൾ അതിലേറെ സന്തോഷവും. ഈ സമീപകാലത്ത് ഇത്രയും സ്ത്രീ പങ്കാളിത്തം കണ്ട മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ ഒരു പരിപാടിയായിരിക്കും നിങ്ങളുടെ ഈ പരിപാടി. കാരണം നിങ്ങളെ കിട്ടാനാണ് ഇപ്പോൾ പാട്. ഓൺലൈൻ വായനൊക്കെ ഉമ്മമാർ സജീവമാണ്. സുബൈ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടൈം ടേബിളാണ്. സുബൈക്ക് ഒരു ഉസ്താദ്, ളുഹർക്ക് വേറെ ആൾ, അസർക്ക് ഇശാക്കേശം വേറെ. പക്ഷേ ഇങ്ങനത്തെ വേദിക്ക് നിങ്ങൾ കിട്ടാൻ പാടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഉള്ളവരൊക്കെ ചരിത്രത്തെ അറിയുന്ന, നേരത്തെ ആമുഖ പ്രഭാഷണം നടത്തിയ പ്രിയമുള്ള ജ്യേഷ്ഠൻ വളരെ മനോഹരമായിട്ട് ചരിത്രം പറഞ്ഞു. നമുക്ക് ലീഗിനെ പറയാനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ നടന്നു വന്ന വഴികളും ഞാൻ ഈ സ്കൂളിനെ കുറിച്ച് ചോദിക്കായിരുന്നു. CHൻ്റെ റൂഹ് ഈ ഓരോ തരി മണ്ണിലും ഇവിടെ തന്നെ ഉണ്ടാവും. CH തന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്ന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുകയും ഭയപ്പെടുകയും സത്യസന്ധർക്കൊപ്പം പ്രവർത്തിക്കുകയും കൂടുകയും ചെയ്യണം എന്ന ഖുർആന്റെ അധ്യാപനം. നമ്മൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ ഏറ്റവും മഹത്തായ രാഷ്ട്രീയക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകന്റെ രാഷ്ട്രീയം എത്രമേൽ മഹോന്നതമായിരുന്നു. എല്ലാവരും ഉണ്ടായി. ഖദീജ ബീവി എന്ന മഹിള എൻ്റെ പ്രിയമുള്ള ഉമ്മമാർക്കൊരു മാതൃകയാണ്. 45-ാം വയസ്സ് ഹിറയുടെ ഗുഹാന്തരങ്ങളിൽ ഏകാഗിയായിട്ട് ഭജനമിരിക്കുന്ന പ്രിയതമൻ മുഹമ്മദ് നബിയെ കാണാൻ ആ മലയും കടന്ന് ഭക്ഷണവും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഖദീജ. 45 വയസ്സ് സ്വന്തം പ്രിയതമൻ ഏകാഗിയായിരിക്കുന്ന ഹിറയുടെ ഗുഹാന്തരങ്ങളിലേക്ക് കടന്നു ചെന്നു. ജിബ്രീൽ വന്നിട്ട് ഇഖ്റ യാ മുഹമ്മദ് മാ അന ബിഖാരി, ഇഖ്റ മാ അന ബിഖാരി, ഇഖ്റ മാ അന ബിഖാരി. വായിക്കാൻ വീണ്ടും പറയുന്ന ജിബ്രീലിനോട് എനിക്ക് വായിക്കാൻ അറിയില്ല ജിബ്രീൽ എന്ന് പേടിച്ചു വിറച്ച് ജവാബ് പറയുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട്. സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ട് തരണം എന്നാ പറയുന്നത്. പ്രണയത്തിന്റെ ചൂടുള്ള പുതപ്പ് പ്രവാചകന് പുതപ്പിച്ചു ഖദീജ. ആ ചൂടിൽ, ആ പുതപ്പിൽ പിണഞ്ഞു കിടന്നിരുന്ന ഖദീജയുടെ സ്നേഹത്തിന്റെ ബലത്തിലാണ് പ്രവാചകൻ 63 വർഷം ജീവിച്ചത് മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോ. അതുകൊണ്ടാണല്ലോ ഖദീജ ബീവി വഫാത്താകുന്ന വർഷമാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയത്. പ്രവാചകന് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഖദീജ വഫാത്താകുന്നത് പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ചിട്ടാണ്. എന്റെ പ്രിയമുള്ള ഉമ്മമാർ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികതയുണ്ട്, ബാധ്യതയുണ്ട്. സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, അതിന് ക്ഷീണം വരാതെ ഈ പ്രസ്ഥാനത്തിന് ഊർജ്ജം കൊടുക്കാൻ നിങ്ങളുടെ തലയിൽ ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ടാണ്? ഖദീജ ബീവി വഫാത്തായി പോകുമ്പോൾ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് പറയുന്നുണ്ട്, ഹബീബി ഞാൻ പോവൻ. അവസാനമായിട്ട് ചില ആഗ്രഹങ്ങളുണ്ട്. പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ബീവി പറയുന്നുണ്ട്, നമ്മൾ ഒന്നിച്ച് രാത്രികളിൽ പിണഞ്ഞു കിടന്നിരുന്ന ചൂടുള്ള പുതപ്പ് കൊണ്ട് അങ്ങന്റെ മയ്യത്ത് പൊതിയണം. മരിച്ചു പോകുന്നതിന് മുമ്പ് സ്വന്തം ഭർത്താവിനോട് ഭാര്യ പറയാൻ, നമ്മൾ ഒന്നിച്ച് കിടന്നിരുന്ന പുതപ്പെടുത്ത് അങ്ങനെ പൊതിയണം. ഖബറിലേക്ക് അങ്ങയുടെ കൈകൾ കൊണ്ട് എന്നെ ഇറക്കി വെക്കണം. ഖദീജ ബീവി വഫാത്തായി പോയതിനു ശേഷം ആയിഷ ബീവി പറയുന്ന ഹദീസില് പ്രതിപാദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനറുത്ത് വിതരണം ചെയ്യുമ്പോൾ അതിന്റെ ഒരു വിഹിതം ഖദീജ ബീവിയുടെ കുടുംബത്തിന് കൊടുത്തേക്കായിരുന്നു. അത്രയും ആയിഷ ബീവി ചോദിക്കും, ഇപ്പോഴും വിട്ടിട്ടില്ലേ ഖദീജനെ? സ്നേഹമായിരുന്നു. ഹാല പ്രവാചകന്റെ വീട്ടിക്ക് വരുമ്പോ പ്രവാചകൻ പറയും അത്രേ ആയിഷനോട്, ഖദീജന്റെ മുഖച്ചായ ഉണ്ടല്ലോ കുട്ടിക്ക്. അപ്പൊ ഈ ആയിഷക്ക് ഇങ്ങനെ, അത് ആയിഷ ബീവിന്റെ കുറ്റമല്ല, പെണ്ണുങ്ങളെ ഒരു പൊതു സ്വഭാവമാണല്ലോ. ആ സ്വഭാവം ശരിക്കും നിങ്ങളെ ഭർത്താക്കന്മാർ രണ്ടാമത് കിട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാണ് ഒരു വികാരം, അത് ദേഷ്യമല്ല, ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ആയിഷ ബീവി സ്നേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിച്ച് ചോദിക്കാനത്രേ, ഇപ്പോഴും മറന്നിട്ടില്ലേ ഖദീജയെ? ഇതിന് പ്രവാചകൻ കൊടുക്കുന്ന മറുപടി ഉണ്ട്, ഇന്നി
റുസിഖ്തു ഹുബ്ബഹാ. എങ്ങനെ ആയിഷ ഞാൻ മറക്കുക ഖദീജനെ? ആ ഖദീജ തന്ന സ്നേഹമായിരുന്നു എൻ്റെ ഭക്ഷണം എന്ന് പ്രവാചകന്റെ പറഞ്ഞു. ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ആദ്യം നിങ്ങൾക്ക് ഇട്ടു തന്നത് ഉമ്മമാർക്ക് രാഷ്ട്രീയം പറ്റൂല എന്നൊന്നുമില്ല. ഇസ്ലാം വരച്ചു തരുന്ന ഈ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരികളാകണം. ലീഗിൻ്റെ വേദികളിൽ നിന്ന് രാഷ്ട്രീയം പറയാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല എല്ലാവർക്കും. പക്ഷേ സുബൈ നിസ്കാരത്തിന് നിങ്ങളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കിടക്കപ്പായിൽ നിന്ന് വിളിച്ചുണർത്തുമ്പോൾ അവർക്ക് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കണം. മദ്രസയിലേക്ക് പൊന്നുമോനെയും മകളെയും പറഞ്ഞയക്കുമ്പോൾ എൻ്റെ ഉമ്മമാർ ചായ കൊടുക്കും. മദ്രസ നിന്ന് വിട്ടു വന്നാൽ രണ്ടാമത്തെ ചായ. പിന്നെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും കഞ്ഞിയോ ചായ വീണ്ടും കൊടുക്കും. സ്കൂളിലെ ഭക്ഷണം പറ്റാത്ത കുട്ടിയാണെങ്കിൽ ഭക്ഷണം പാക്ക് ചെയ്തിട്ട് കൊടുത്തേക്കും. പിന്നെ വരുമ്പോൾ വൈകുന്നേരം ചായ ഉണ്ടാക്കി വീണ്ടും കാത്തിരിക്കാൻ 5-6 നേരമാണ് നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് ഭക്ഷണം. ആ മക്കളോട് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുത്തയക്കുമ്പോൾ 10 മണി ചായ കുടിക്കാതെ ഉച്ചക്കഞ്ഞി കുടിക്കാതെ അത്തോളിയിലെ ഹയർ എലമെന്ററി സ്കൂളിലേക്ക് നടന്നു പോയി മുഹമ്മദേ എന്തേ ഭക്ഷണം കഴിക്കാത്തത് ചോദിച്ചപ്പോൾ കയ്യിൽ വീട്ടിൽ ആലി മുസ്ലിയാരുടെ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ അടുപ്പരിയാറില്ലായിരുന്നു എന്ന് മറുപടി പറഞ്ഞ എൻ്റെ CHന്റെ കഥ നിങ്ങൾ എൻ്റെ ഉമ്മമാർ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പിന്നോട്ട് പോയി ഇങ്ങോട്ട് വരാം. ഈ ലീഗ് പ്രസ്ഥാനം ഇന്ന് നമുക്ക് കൂടിയിരുന്ന് കഥ പറയാൻ. നേരത്തെ സൂചിപ്പിച്ചു ലീഗ് എന്ത് തന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ലീഗ് എന്ത് തന്നു എന്ന് ചോദിക്കാനുള്ള നട്ടലുണ്ടാക്കി തന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണെന്ന് ചോദിക്കുന്നവർ ഒരു തവണ ഓർക്കണം. ലീഗ് എന്ത് തന്നു എന്ന് 10,000 തവണ ചോദിക്കുമ്പോഴും ആ ചോദിക്കാൻ ലീഗിനെ എതിർക്കാൻ നട്ടലും മനക്കരുത്തും നെഞ്ചുറപ്പും ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. 948 മാർച്ച് 10 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനർസംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പുനർസംഘടിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി. അതിന് മുമ്പുണ്ട് ചരിത്രം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 48 മുതൽ മാത്രമല്ല ലീഗിന്റെ ചരിത്രം. അതിന് മുന്നോട്ട് പോകണം. 946 അവിടെ നിന്ന് തുടങ്ങാം. 946 ഒരു ഇടക്കാല ഗവൺമെന്റ് വരുന്നു. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു മന്ത്രിസഭ വരുന്ന ഘട്ടം. 947 സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇന്ത്യക്കാർ തന്നെ ഭരണം നടത്തട്ടെ എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ച് അധികാര കൈമാറ്റത്തിന് മുമ്പുള്ള ചടങ്ങ് ലീഗുകാർ നവാബ് സാദ് ലിയാഖത്ത് അലി ഖാൻ ഇടക്കാല ഗവൺമെന്റിൽ സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും ഉണ്ടായിരുന്ന ഇടക്കാല ഗവൺമെന്റിൽ മുസ്ലിം ലീഗിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് നവാബ് സാദ് ലിയാഖത്ത് അലി ഖാൻ, റെയിൽവേ വ്യോമയാന മന്ത്രി അബ്ദുറബ് നിസ്താർ, നിയമകാര്യ മന്ത്രി ജോഗേന്ദ്രനാഥ് മണ്ഡൽ, ഗസൻഫാർ അലി ഖാൻ, ആരോഗ്യമന്ത്രി, അങ്ങനെ എത്ര ആളുകൾ, ഇബ്രാഹിം ഇസ്മായിൽ ചുന്ദ്രിക, വാണിജ്യ വകുപ്പ്, 5 മന്ത്രിമാർ. 946 ലീഗിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. ലീഗ് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്നവരോട് പറയണം, ഈ മണ്ണുണ്ടാക്കിയത് ഞങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ് 47 സ്വതന്ത്രമായി പാകിസ്ഥാൻ ഉണ്ടായി, ഇന്ത്യയുണ്ടായി. 48 മാർച്ച് 10 രാജാജി ഹാളിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപം കൊണ്ടു. കായികമില്ലത്തിന്റെ കോംപ്രേറ്റിലെ ദയാമൻസിലേക്ക് കുറച്ചാളുകൾ ഇടക്കിട വന്നു. അവിടുന്ന് വെള്ളമോ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും കുടിക്കാനുണ്ടാവില്ല. ഇറങ്ങിപ്പോകുമ്പോൾ ഇസ്മായിൽ സാഹിബിന്റെ കൈ പിടിച്ച് ആ മുഖത്തേക്ക് സങ്കടത്തോടെ ദൈന്യതയോടെ നോക്കിയിട്ട് പറയായിരുന്നത്രേ, ഇസ്മായിൽ സാഹിബ്, ഞങ്ങൾ ഈ പാർട്ടി വിട്ട് പോവാൻ, ഞങ്ങൾ മുസ്ലിം ലീഗിലില്ല. എന്റെ കാരണം അന്ന് മദ്രാസിലൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, പേര് സുബ്ബരായൻ. ആ സുബ്ബരായൻ ലീഗുകാരനാണെന്ന് അറിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് കയ്യാമ വെച്ച് ജയിലിൽ അടച്ചിരുന്ന കാലഘട്ടം. ആലോചിച്ചു, ഭർത്താക്കന്മാർ മക്കൾ ലീഗിലുണ്ട്. അന്നത്തെ പോലുള്ള ഒരു സാഹചര്യമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടിച്ചിരുന്ന കാലഘട്ടം. ആ അറസ്റ്റ് പേടിച്ചിട്ട് ഇവര് പറഞ്ഞു, ഇസ്മായിൽ സാഹിബ്, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പോവാൻ. കോംപ്രേറ്റിലെ ദയാമൻസിലിന്റെ പടി കടന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് എന്ന് ഇസ്മായിൽ സാഹിബിന്റെ കൈ പിടിച്ച് പറയുന്നവരെ നോക്കി കോംപ്രേറ്റിലെ ദയാമൻസിലിന്റെ മുന്നിൽ ഒരു കൊടിമരത്തിൽ ലീഗിന്റെ പച്ച പതാകനെ പാറി കളിക്കുന്നുണ്ടായിരുന്നു. വീടിന്റെ പൂമുഖത്തേക്ക് വന്നു ഇസ്മായിൽ സാഹിബ്. പാറിക്കളിക്കുന്ന പച്ച പതാകയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഇസ്മായിൽ സാഹിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, അവസാനത്തെ ലീഗുകാരനും ലീഗ് വിട്ടുപോയാലും ചങ്കില് റൂഹുള്ള കാലത്തോളം കോംപ്രേറ്റിലെ എന്റെ ദയാമൻസിലിന്റെ മുന്നിൽ ഈ പതാക പാറി കളിക്കുന്ന കാലത്തോളം അവസാനത്തെ ലീഗുകാരനായി ഇസ്മായിൽ ദുനിയാവിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ്
സാഹിബിന്റെ മനക്കരുത്തിന്റെ ബലത്തിലാണ് ലീഗ് ഉണ്ടായത്. പാലം വലിച്ചിട്ടല്ല, പാര വെച്ചിട്ടല്ല, ഗ്രൂപ്പിസം കളിച്ചിട്ടല്ല. അങ്ങനെ ലീഗ് വളരുന്ന ആരും വിചാരിക്കും വേണ്ട. പലയിടത്തുണ്ടാ പ്രശ്നം. നമുക്കിതൊക്കെ തുറന്നു പറയാനാണ് ക്യാമ്പ് അല്ലേ. ആഗ്രഹിച്ച സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ പാർട്ടി ഒറ്റിക്കൊടുക്കുന്നതിന്റെ പേര് ലീഗ് എന്നല്ല, നെറുകേടാൻ. പാർട്ടി ഒറ്റിക്കൊടുക്കുന്ന എംബോക്കികൾക്ക് കയറിയിരിക്കാനുള്ള ഇടത്താവളമല്ല ലീഗ്. പ്രസിഡന്റോ സെക്രട്ടറി ആകാൻ പടച്ചം തോപ്പി കൊടുക്കുന്നില്ലാവും. അവരെ ഉത്തരവാദിത്വം ഭംഗിയിട്ട് ചെയ്യുക. അല്ലാതെ എല്ലാവർക്കും സെക്രട്ടറി പ്രസിഡന്റ് ആവാൻ കഴിയില്ലല്ലോ. വാർഡ് മെമ്പർ ആവാൻ താല്പര്യം ഉണ്ടാവും, പാർട്ടി സ്ഥാനാർത്ഥിത്വം നിന്നിട്ടുണ്ടാവില്ല. പിന്നെ വിഭജനമായി മത്സരിക്കുക, പാർട്ടിനെ തോൽപ്പിക്കുക. അത് തടിമേൽ ലീഗില്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ പ്രായമുള്ളപ്പന്മാര് പറയും തടിമേൽ ലീഗ് കാണും. അതിന് പഴയ കാലം അറിയണം. ഞാൻ എല്ലായിടത്തും പറയാം, എൻ്റെ നാട്ടിലൊരാൾ പാർട്ടി മാറിയ കഥ. ഞങ്ങളെ MLA എല്ലാ വീട്ടിൽ കല്യാണത്തിന് വരുമ്പോൾ 1000 രൂപ അയാൾ സംഭാവനയായിട്ട് കൊടുത്തു. മുമ്പ് ഇയാളെ കല്യാണത്തിന് വന്നപ്പോൾ 500 കൊടുത്തു. അതിനു വേണ്ടി അയാൾ പാർട്ടി മാറി. MLA-ൻ്റെ 500 കുറഞ്ഞതിൻ്റെ പേര്. ഇതെന്ത് ലീഗാണ്? ഇത് ലീഗല്ല. ഇസ്മായിൽ സാഹിബിന്റെ ആത്മാർത്ഥതയുണ്ട്. ഇസ്മായിൽ സാഹിബിനോട് പലരും ഒന്ന് ചോദിച്ചു. സെക്കുലർ വാരികയുടെ പത്രാധിപയായിരുന്ന സുബ്രത ജോഷി പറയുന്ന അനുഭവം കായികമില്ലത്തിനോട് വന്ന് ചോദിച്ചത്രേ, മിസ്റ്റർ ഇസ്മായിൽ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവി അങ്ങേക്ക് തരാം, അത് അലങ്കരിച്ചൂടെ? രാഷ്ട്രപതി പദവി. നീണ്ട താടി രോമങ്ങൾക്കിടയിലൂടെ കൈകൾ ചലിപ്പിച്ച് ഇസ്മായിൽ സാഹിബ് പറയുന്ന മറുപടി ഉണ്ട്. ഇസ്മായിൽ, രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചാൽ എന്റെ സമുദായത്തിന് എന്ത് പ്രയോജനം കിട്ടും? എനിക്ക് പ്രയോജനം ഉണ്ടാവും, സ്ഥാനം കിട്ടും. എന്റെ സമുദായത്തിന് എന്ത് കിട്ടും? അതുകൊണ്ട് മരണം വരെ ഞാൻ എന്റെ സമുദായത്തെ സേവിക്കാൻ. സ്ഥാനം കൈവെള്ളയിലായി. ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവി, വാർഡ് മെമ്പർ അല്ല, വേണ്ട എന്ന് പറഞ്ഞ് തട്ടിമാറ്റി. അവസാനം മദ്രാസിലെ സ്റ്റാൻലി ആശുപത്രിയിൽ മരണത്തിന്റെ മുമ്പ് രോഗാതുരനായി കിടക്കുന്നത് ആശുപത്രിയിലാണ്. എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ, ഉപ്പമാർ, ഈ പാർട്ടി വിട്ട് എപ്പോഴെങ്കിലും പോകണമെന്ന് തോന്നിയാൽ ഇസ്മായിൽ സാഹിബിന്റെ അവസാനത്തെ രംഗമുണ്ട്, ഒന്ന് ആലോചിച്ചാൽ. സ്റ്റാൻലി ആശുപത്രിയിലെ കിടക്കയിൽ കിടക്കുമ്പോൾ അബോധാവസ്ഥയിലാണ്. കണ്ണ് തുറക്കാതെ കിടക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും നേതാവ് കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അപ്പോഴാണ് തമിഴ്നാട് രാഷ്ട്രീയം എക്കാലവും ആദരിച്ച കലൈஞർ കരുണാനിധി എന്ന് പറയുന്ന മഹാനായ രാഷ്ട്രീയക്കാരൻ ആശുപത്രിയിലേക്ക് വരുന്നത്. ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു, തലൈവരെ, കലൈஞർ വരുന്നുണ്ട്, കരുണാനിധി. ആശുപത്രിക്കിടക്കയിൽ നിന്ന് വലത്തെ കൈ നീട്ടി ഇസ്മായിൽ സാഹിബ്. മരിക്കുന്നതിന് മുമ്പ് രോഗിയായി സ്റ്റാൻലി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ കൈ നീട്ടി കരുണാനിധി ഇസ്മായിൽ സാഹിബിന്റെ വലത്തെ കൈയിൽ തൻ്റെ കൈ ചേർത്തു വെച്ചു. ഇടറുന്ന സ്വരത്തിൽ കായികമില്ലത്ത് കരുണാനിധിയോട് പറഞ്ഞത് ഇങ്ങനെ, തലൈവരെ, എൻ്റെ സമുദായത്തിന് വേണ്ടി അങ്ങ് ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി. പിന്നെ കണ്ണടച്ചു. ഇസ്മായിൽ സാഹിബ് പിന്നെ കണ്ണ് തുറന്നിട്ടില്ല. ഇന്ന് നമുക്ക് കൂട്ടിയിരിക്കാൻ ഒരു പ്രസ്ഥാനം തന്ന മനുഷ്യൻ അവസാനം കണ്ണടക്കണതിൻ്റെ മുമ്പ് പറഞ്ഞത് എൻ്റെയും നിങ്ങളെ കുറിച്ച്, എൻ്റെ സമുദായത്തിന് വേണ്ടി അങ്ങ് ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി. ഒരിക്കൽ ബാഫയ്ക്ക് തങ്ങളും MK ഹാജിയും കായികമില്ലത്തിനെ കാണാൻ പോയി മദ്രാസ്. കായികമില്ലത്തിൻ്റെ വീട്ടിൽ ഇരിക്കാൻ ചെയറില്ല എന്ന് കണ്ടപ്പോൾ ഏകദേശം ഒരു ഡസനോളം കസേര പിന്നെ ഒരു ടേബിൾ ഫാൻ കൊണ്ടുപോയി ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്ക്. ധാരാളം ആള്, നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ ഇരിക്കാൻ ഇരിപ്പിടമില്ലായിരുന്നു, കസേരയില്ലായിരുന്നു. തിരൂരങ്ങാടിയിലെ MK ഹാജിയും കൊയിലാണ്ടിയിലെ ബാഫുക്കിത്തങ്ങളും ഒരു ഡസൻ കസേരയും ഒരു ടേബിൾ ഫാനും കൊണ്ട് കായികമില്ലത്തിന്റെ വീട്ടിൽ പോയി. ഇസ്മായിൽ സാഹിബ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ബാഫുക്കിത്തങ്ങളോട്, തങ്ങൾ എതിർത്ത് കൊണ്ടുപോകണം. വേണ്ട, ബാഫുക്കിത്തങ്ങൾ നിർബന്ധിച്ചു. ഇസ്മായിൽ സാഹിബ്, അതിഥികൾ വരുമ്പോൾ ഇരിക്കാൻ പോലും കസേരല്ലെങ്കിൽ മോശമല്ലേ, അവിടെ നിന്നോട്ട്. കായികമില്ലത്ത് കൊടുത്ത മറുപടി, തങ്ങളെ എന്ന കസേര അവിടെ വെച്ചിട്ട് പോയിക്കോളൂ, ടേബിൾ ഫാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അത് ഇസ്മായിലിന് ആവശ്യമില്ല. കൊണ്ടുപോകാൻ പറഞ്ഞു. അത് വേണ്ട, ആ സുഖം വേണ്ട, ത്യജിച്ചു ഇസ്മായിൽ സാഹിബ്. ഒരിക്കൽ കായികമില്ലത്തിനെ കാണാൻ വേണ്ടിയിട്ട് മദ്രാസിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു യോഗത്തിന് കൂടാൻ വേണ്ടിയിട്ട് ലീഗിന്റെ നേതാക്കന്മാർ വന്നു. കോച്ചുന്ന തണുപ്പ്
ടാക്സി ഇല്ല, എങ്ങനെ പോവാന്ന് ആലോചിക്കാൻ. അപ്പോൾ വിദൂരതയിൽ നിന്ന് ഒരു കമ്പിളിയും പൊതിച്ചിട്ട് ഒരാളിങ്ങനെ വരുന്നു, വിറച്ചിട്ട്. അടുത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ തലയിൽ വെച്ച കമ്പിളി ഇങ്ങോട്ട് ഉയർത്തി. നീണ്ട താടിയുള്ള, തലയിൽ തൊപ്പി വെച്ച ഇസ്മായിൽ സാഹിബ്. നിങ്ങൾ എന്തിപ്പോൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാ അപ്പം ഇങ്ങോട്ട് പോകുന്നത്? ഈ തണുപ്പത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തിനാ ഞങ്ങളെ കാണാൻ അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ ഇവിടെ തണുപ്പിൽ നിൽക്കുമ്പോൾ ഞാനെങ്ങനെ ഉറങ്ങാനാണ് എന്നായിരുന്നു ചോദ്യം. സ്വന്തം സഹപ്രവർത്തകർ കോച്ചുന്ന തണുപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അവർക്ക് കൂട്ടായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാതെ ഒരു കമ്പിളിയും പുതച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്ന കായികബലത്തിൻ്റെ അനുയായികൾ. ഇസ്മായിൽ സാഹിബ് മരിച്ച് അദ്ദേഹത്തിൻ്റെ മയ്യത്തൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടത്തിയിരുന്നു. ആ ഗ്രൗണ്ട് ഗവൺമെന്റ് ജീവനക്കാർ വന്ന് വെള്ളടിച്ചു. കായിക മില്ലത്തിന്റെ മയ്യത്ത് വഹിച്ചു പോകുന്നത് ആർക്കോട്ട് നവാബുമാരുടെ മയ്യത്ത് കബറെടുക്കുന്ന ആർക്കോട്ട് നവാബുമാരുടെ കബർസ്ഥാനിലേക്കാണ്. ഇസ്മായിൽ സാഹിബിന്റെ അവസാനത്തെ യാത്രക്ക് മുമ്പ് ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് വഹിച്ച മയ്യത്ത് കെട്ടിലും പിടിച്ച ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ വെള്ളമടിച്ച് പൊടിപാറാതിരിക്കാൻ വെള്ളമടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ കണ്ടവർ ചോദിച്ചു, എന്തിനാ മുഴുവൻ വെള്ളടിക്കണത്? ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് വഹിച്ച മയ്യത്ത് കട്ടിലും പിടിച്ച ആളുകൾ നടന്നു പോകുമ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ മുൻഭാഗത്ത് ചെരുപ്പിടാതെ തലയിൽ ഒരു തോളിൽ ഒരു ടർക്കിയിട്ട് ഒരു കുറിയ മനുഷ്യൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. പേര് കലൈനർ കരുണാനിധി. സ്വന്തം തലൈവർ മരിച്ച് ആ മയ്യത്ത് വഹിച്ച മയ്യത്ത് കട്ടിലുമായി ആളുകൾ നടന്നു പോകുമ്പോൾ തലൈവരോടുള്ള ബഹുമാന പുരസ്സരം ആ മയ്യത്ത് കട്ടിലിന്റെ മുന്നിൽ നടന്നു പോയ തലൈവർ കരുണാനിധി നടന്നുപോയി. ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് പിടിച്ചിരുന്നത് മുൻഭാഗത്ത് ഇന്ത്യ കണ്ട, തമിഴ്നാട് കണ്ട ഏറ്റവും പ്രമുഖനായ സിനിമാ നടൻ എംജിആർ മുസ്ലിമല്ല, എംജിആർ മുസ്ലിം ലീഗുമല്ല. പിന്നെ എന്തേ ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് വഹിച്ചുള്ള മയ്യത്ത് കട്ടിൽ പിടിച്ച് എംജിആർ നടന്നത്? എംജിആറിനോട് ചോദിച്ചു, സാർ ഞങ്ങൾ പിടിക്കാൻ. എംജിആറിനോട് എംജിആർ മയ്യത്ത് കട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കിടക്കുന്നത് എന്റെ തലൈവരാണ്, ഇതിന്റെ തലൈവരാണ്, ഞാൻ പിടിച്ചോളാം. ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയിൽ 2 പേർ മയ്യത്ത് നിസ്കരിക്കാതെ മാറി ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നുണ്ട്. ഒന്ന് കലൈനർ കരുണാനിധി, 2 എംജിആർ. 2 പേര് മുസ്ലിമോ മുസ്ലിം ലീഗോ അല്ല. പിന്നെന്തേ കാരണം? കായികമില്ലത്ത് നല്ല ലീഗുകാരനായിരുന്നു എന്നതിന്റെ മറുപടി എന്ന് പറഞ്ഞ തലയിൽ ലീഗ് കയറിയിട്ട് വീട്ടാരെ നോക്കരുത് എന്നല്ല അതിനർത്ഥം. തടിമേൽ ലീഗ് വേണം, പക്ഷെ വീട്ടുകാരെ നോക്കാത്ത രീതിയിൽ ലീഗ് പുറത്തുമുട്ട് പോകരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളോടൊക്കെ പറയും, വീട്ടിലെ കുട്ടികൾ ഇപ്പിച്ച് വരുമ്പോൾ മുട്ടായി വാങ്ങിക്കൊണ്ടു കേട്ടോ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുട്ടി എണീറ്റിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ അനുഭവം എൻ്റെ ഉമ്മമാർക്കോ പെങ്ങന്മാർക്കൊക്കെ ഉണ്ടാവും. ഈ ഉപ്പ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി വിളിക്കുന്നുണ്ടാവും, ഇപ്പിച്ച് മറന്നിട്ടില്ലല്ലോ മിഠായി വാങ്ങാൻ. അവസാനം മീറ്റിങ്ങും യോഗമൊക്കെ കഴിഞ്ഞ് ഉപ്പച്ചി വീട്ടിലെത്തുമ്പോൾ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഉപ്പാനും കാണുമ്പോൾ കുട്ടി കണ്ണുറന്നിട്ട് ഉപ്പച്ചി മിഠായി കൊണ്ടുവന്ന് ചോദിക്കുമ്പം ഇപ്പം മറന്നു മീറ്റിങ്ങിലേനി എന്ന് പറയുമ്പം ആ കുട്ടിൻ്റെ മനസ്സിലുണ്ടാവും, എൻ്റെ ഉപ്പാൻ്റെ എരപ്പ് പിടിച്ച ലീഗ് കൊണ്ട് ഒരു മിഠായി പോലും കിട്ടുന്നില്ല. എൻ്റെ പ്രിയമുള്ള ജ്യേഷ്ഠന്മാർ, ഉപ്പമാർ, അങ്ങനെ ലീഗ് ഭ്രാന്താവരുത്. ലീഗ് സ്നേഹമാകണം, ലീഗ് ചേർത്ത് പിടിക്കലാകണം. ശത്രുവിനെ ഉണ്ടാക്കാൻ നോക്കരുത് ലീഗിനെറ്റ്. ബാഫയ്ക്ക് തങ്ങളൊരു കഥ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഒരു ദിവസത്തെ ചന്ദ്രികയുടെ പത്രാധിപ സമിതി അംഗങ്ങളായ KK മുഹമ്മദിന്റെ KP കുഞ്ഞുമൂസന്റെയും കയ്യിൽ കൊടുത്തു ബാഫയ്ക്ക് തങ്ങൾ. KK, ഇതിൽ എന്നെ കുറിച്ച് എത്ര വാർത്തയുണ്ട്? ബാഫയ്ക്ക് തങ്ങൾ. ചന്ദ്രികയുടെ എല്ലാം ബാഫയ്ക്ക് തങ്ങൾ. KK വിചാരിച്ചു ഏതോ വാർത്ത കൊടുക്കാൻ മറന്നിട്ടുണ്ടെന്ന്. KK പറഞ്ഞു, തങ്ങൾ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു, ഫുള്ള് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. KPയുടെ കയ്യിൽ പത്രം കൊടുത്തു. KP എന്നടാ? KPക്ക് മനസ്സിലായി തങ്ങൾ സ്ട്രോങ് ആണ്. KP എണ്ണിട്ട് പറഞ്ഞു ചിരിച്ചിട്ട്, തങ്ങളെ 5 വാർത്തയും 1 ഫോട്ടോയും. ബാഫയ്ക്ക് തങ്ങൾ കുറച്ച് മാത്രം. ആ പത്രം KPയുടെ കയ്യിൽ തിരികെ കൊടുത്തിട്ട് ബാഫയ്ക്ക് തങ്ങൾ പറയുന്നൊരു മറുപടി ഉണ്ട്. KP, അബ്ദുറഹിമാൻ ബാഫയ്ക്കയുടെ വാർത്ത കൊടുക്കാൻ മാത്രമുള്ളതല്ലോ ചന്ദ്രിക. അങ്ങനെയാണോ?
എനിക്ക് ഇവിടുത്തെ ലീഗിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ പറയുന്ന ഉദാഹരണം ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഇപ്പം നമ്മളൊരു യൂണിറ്റ് പരിപാടിയോ പഞ്ചായത്ത് പരിപാടിയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ അറ്റത്ത് യൂണിറ്റ് സെക്രട്ടറി ഇരിക്കുന്നുണ്ടാവും, ഇവിടെ നടുവിൽ പ്രസിഡന്റും ഉണ്ടാവും. അപ്പോൾ ആ പരിപാടിൻ്റെ ഫോട്ടോ എടുത്ത് പത്രത്തിനയക്കും. സ്ഥലപരിമിതി ഉണ്ടാകുമ്പോൾ എഡിറ്റർ അറ്റത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടാണ് പത്രത്തിൽ ഫോട്ടോ എടുക്കുക. ചന്ദ്രികയിൽ ഏത് പത്രമാണ്? പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ അറ്റത്തിരിക്കുന്ന പ്രസിഡന്റിനെ വെട്ടിയിട്ടുണ്ടാവും എഡിറ്റർ. സെക്രട്ടറി ഫോട്ടോയിൽ ഇങ്ങനെ ഉഷാറിലിരിക്കുന്നുണ്ടോ, അയാൾ വിചാരം ഇയാളെ വെട്ടിയത് തന്നെ. പിന്നെ യൂണിറ്റിൽ നാളെ തമ്മിലടിയാണ്. അല്ല, ഒരു യോഗം കൂടുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് പോലും ചായ കുടിക്കാൻ മനസ്സില്ലാത്ത രീതിയിൽ ഈ രാഷ്ട്രീയം മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഈ പോക്ക് പോയാൽ ലീഗ് കയ്യിൽ നിന്ന് പോകും. ആവേശം മാത്രമാക്കി എടുക്കരുത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ DJ ഓണാക്കി 20,000-ന്റെയും 30,000-ന്റെയും വാട്സുള്ള DJ സെറ്റപ്പുകൾ ഓണാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ആടിത്തിമിർക്കാനുള്ള മാധ്യമത്തിന്റെ പേര് ലീഗ് എന്നല്ല. ചാടി കളിക്കേണ്ടി വരും. പക്ഷെ ആവേശത്തിന്റെ പേര് മാത്രമല്ല ലീഗ്. കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഇന്നെ CH ഷിഹാബ് തങ്ങൾ ഏറുള്ളൂ. സീദ് സാഹിബിനെ ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയില്ല. സീദ് സാഹിബ് CJ മാറിപ്പോവാൻ. ഇത് അപകടമാണ്. 6 അടി മണ്ണിൽ കിടക്കുന്ന നേതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ എന്റെ ഉമ്മമാരെ നിങ്ങളും ബാധ്യസ്ഥരാണ്, ഉപ്പമാരും ബാധ്യസ്ഥരാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്കൂളിലേക്ക് പോകുമ്പോ അത്തോളിയിൽ മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. മുമ്പ് പേര് മുഹമ്മദ്. അത്തോളിയിലെ ഹയർ എലിമെന്ററി സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ കയ്യിൽ ശീലക്കുട പിടിച്ച് നടന്നു പോകുമായിരുന്നു അത്തോളിയിലെ കുട്ടികൾ. ആ ശീലക്കുടയും ചൂടി സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികൾക്കിടയിൽ തലയിൽ തൊപ്പിക്കുട വെച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. തൊപ്പിക്കുട മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? കർഷകര് പാടത്തിലാണ്. ഈ കുട്ടി തൊപ്പിക്കുട ധരിച്ചു പോകുമ്പോ ശക്തമായ മഴ പെയ്യുമ്പോൾ തൊപ്പിക്കുടയിലെ ഓട്ടയിലൂടെ കയ്യിൽ പിടിച്ചിരുന്ന പുസ്തകം നനയുമായിരുന്നു, വസ്ത്രം നനയുമായിരുന്നു. കുട്ടികൾ ചോദിക്കത്രേ, മുഹമ്മദേ ഉപ്പാനോടൊരു ശീലക്കുട വാങ്ങിത്തരാൻ പറഞ്ഞൂടെ? മുഹമ്മദ് ശരിക്കും ശീലക്കുടക്കാൻ 5 പൈസ, 5 പൈസ പോലും മുഹമ്മദിന്റെ ഉപ്പയായ ആലി മുസ്ലിയാരുടെ കയ്യിലില്ലായിരുന്നു. എന്താ കാരണം? ആ 5 പൈസ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തിരി അരി വാങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോന് കഞ്ഞിവെള്ളം കൊടുക്കാമായിരുന്നു. കഴിയുമായിരുന്നില്ല. അങ്ങനെ 10 മണി ചായയും ഉച്ചക്കഞ്ഞിയും കുടിക്കാതെ തൊപ്പിക്കുടയും ചൂടിയിട്ട് സ്കൂളിലേക്ക് നനഞ്ഞു പോകുന്ന മുഹമ്മദിനോട് ഒരിക്കൽ മാഷ് ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങനെ തള്ളി മുഹമ്മദിനെ. മാഷ് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുഹമ്മദ് കരയാണ്. കുട്ടികൾ ചോദിച്ചു, എന്തിനാ മുഹമ്മദ് കരയണെന്ന്? കുപ്പായം കെട്ട് അയച്ചു. ഉള്ളില് കോഴിമുട്ട ഇങ്ങനെ പൊട്ടിയിട്ട് നീരൊലിക്കുന്നുണ്ട്, കോഴിമുട്ടന്റെ. കുട്ടികൾ ചോദിച്ചു, എന്തിനാ മുഹമ്മദ് കോഴിമുട്ട സ്കൂളിലേക്ക് കൊണ്ടുവന്നത്? അതിന് മുഹമ്മദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാനും നിങ്ങളും അങ്ങനെ ഉണ്ടായതാണ്. ലീഗിനെ ചതിക്കരുത്, ലീഗ് വിട്ടു പോകരുത്. നമ്മുടെ കുട്ടികൾക്ക് ലീഗിനെ പറയാതെ ഒരു ദിവസവും കടന്നു പോകരുത്. അതാ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടീനോടുള്ള ദ്രോഹമാണ്. മുഹമ്മദ് പറഞ്ഞത് സുഹൃത്തുക്കളോട് ചോദിക്കാൻ, നിങ്ങളൊക്കെ 10 മണി ചായ കുടിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരിക. എൻ്റെ വീട്ടിൽ 10 മണിക്ക് ചായ ഉണ്ടാവില്ല. ഉപ്പാനടുത്ത് പണമില്ല. പണം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വാങ്ങാൻ പറ്റുള്ളൂ, എന്തെങ്കിലല്ലേ വീട്ടിൽ അടുപ്പരിയുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ ഉച്ചക്കഞ്ഞിക്ക് പോകുമ്പോൾ അതിനും എൻ്റെ അടുത്ത് പണം ഉണ്ടാവില്ല. ഉച്ചക്കഞ്ഞി വീട്ടിൽ നിന്ന് കൊണ്ടുവരാനും കഴിയില്ല. പക്ഷെ എൻ്റെ ഉമ്മാക്ക് കുറച്ച് കോടികളുണ്ട്. ആ കോടികളിടുന്ന കോടിമുട്ട ഓരോന്ന് വീതം എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വെച്ചൊരുങ്ങിട്ട് പറയും, എൻ്റെ പൊന്നുമോൻ മുഹമ്മദ് സ്കൂളിലെ സഹപാഠികൾ ഉച്ചക്കഞ്ഞിക്ക് പോകുമ്പോൾ ഈ കോടിമുട്ട, ഉമ്മ തരുന്ന കോടിമുട്ട സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. ആ കടയിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് എൻ്റെ മുഹമ്മദ് കഞ്ഞി വാങ്ങി കുടിക്കണം. അന്ന് കൊണ്ടുവന്ന കോഴിമുട്ട പൊട്ടി. സുഹൃത്തുക്കളോട് മുഹമ്മദ് ചോദിച്ചു, ഇന്നിനി മുഹമ്മദ് എങ്ങനെ ഉച്ചക്കഞ്ഞി കുടിക്കുന്നു? അന്ന് മുഹമ്മദ് ഉച്ചക്കഞ്ഞി കുടിച്ചിട്ടുണ്ടാവോ? അറിയില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് തടിച്ചുകൂടിയ ജനാവലിക്ക് നടുവിലൂടെ മുഹമ്മദ് എന്ന മനുഷ്യൻ നടന്നു വരുന്നു. മുന്നിൽ ശിഹാബ് തങ്ങളും. 2 പേർ നടന്നു വരുമ്പോൾ സദസ്സിൽ കൂടിയിരുന്നവർ അറിയാതെ